നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് വ്യക്തി എന്ന് പറയുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. ഇല്ലെങ്കിൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അത് പക്ഷെ ദോഷമാണെന്ന് ഒരിക്കലും നമ്മൾ അറിയുകയുമില്ല. നമ്മൾ മദ്യപിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോ അത് വളരെ ഗുണമാണെന്ന് പറഞ്ഞിട്ടല്ല, അങ്ങനെ ധരിക്കുക. അതൊക്കെ നമ്മൾ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. അവരറിയുന്നില്ല ശരിക്കും അത് ദോഷകരമാണ് എന്നവര് അറിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന അവരുടെ ഉള്ളിലുള്ള അറിവെന്താണ്? ഇത് വളരെ ആനന്ദപ്രദമായിട്ടുള്ളൊരവസ്ഥയാണ് എന്നാണ് ഉള്ളിൽ അവര് ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പുറകെ പോകുന്നത്. നമ്മളുടെ എല്ലാ ഇപ്പൊ സിഗരറ്റ് വലിയൊക്കെ വളരെ കുറവാണ്. പണ്ട് നിരത്തുകളിൽ മുഴുവൻ ഈ നിന്നുകൊണ്ട് ആളുകൾ സിഗരറ്റ് വലിക്കുക, അതുപോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക, ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുമായിരുന്നു. അന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലൊരു ഡോക്ടർ, അദ്ദേഹം ചെയിൻ സ്മോക്കർ എന്ന് പറയും, ഒരു സിഗരറ്റിൽ നിന്ന് വേറൊരു സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ വലിക്കുന്ന ഒരു ഡോക്ടറെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആ ഡോക്ടറെ വിളിച്ച് ആരോഗ്യത്തിന്റെ ഒരു ക്ലാസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് സിഗരറ്റിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡോക്ടറും ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുത്തിട്ട് സ്റ്റേജിൽ നിന്നിറങ്ങിയാൽ ഉടനെ അദ്ദേഹം ഇത് വലിക്കാതെ അദ്ദേഹത്തിന് പറ്റുകയില്ല. അപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ ഇത് എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പുള്ളി പറയുമ്പോൾ നമ്മളെ വഞ്ചിക്കാൻ പറയണതാണോ? അത് ജനങ്ങളെ വഞ്ചിക്കാനാണോ പറയുന്നത്? അല്ലേ അല്ല. അദ്ദേഹത്തിന് ബോധ്യമുള്ളൊരു കാര്യമാണ് പറയുന്നത്. പല പഠനങ്ങളിലൂടെയും ശാസ്ത്രജ്ഞന്മാര് എത്തിച്ചേർന്നിട്ടുള്ള അതിന്റെ പല വിധത്തിലുള്ള കുഴപ്പങ്ങളെ കുറിച്ച് ആ ഡോക്ടർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ തന്നെ വിളിക്കുന്നത്. പക്ഷേ എന്താണ്, ഇത് ധാരണയാണ്, ഇത് ബുദ്ധിയിൽ വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ബുദ്ധി എന്ന് പറയുന്നത് ഒരു അഡ്വൈസറുടെ സ്ഥാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കി അച്യുതാനന്ദനെയൊക്കെ പിടിച്ച് അഡ്വൈസറാക്കി വെച്ചിട്ട് ഗവൺമെന്റ് അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിനൊരു സ്ഥാനം കൊടുക്കാൻ വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇദ്ദേഹത്തെയൊക്കെ പിടിച്ച് അഡ്വൈസർ എന്നും പറഞ്ഞൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ അഡ്വൈസർക്ക് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അഡ്വൈസർക്ക് അവിടെ ഇരുന്നുകൊണ്ട് വല്ലതൊക്കെ പറയാം, അല്ലെങ്കിൽ മടുത്ത് പറയാതെ ഇരിക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ബുദ്ധി ഒരു അഡ്വൈസറുടെ സ്ഥാനത്ത് നിന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതെന്താണ്? ബുദ്ധി വളരെയധികം കാര്യങ്ങളെ പഠിച്ച് അത് പറഞ്ഞു കൊടുക്കാനിരിക്കുന്നതാണ്. നടത്തിപ്പാരാണ്? നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞ പോലെ നടത്തിപ്പ് മന്ത്രിസഭയും ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ വീണ്ടും ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് എവിടെയാണ്? അത് ഉദ്യോഗസ്ഥ വൃന്ദമാണ്. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെ ഇത് പല വിധത്തിൽ വരുമ്പോൾ ബുദ്ധി പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവത്തിൽ അത് വേണ്ട വിധത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാറില്ല. ബുദ്ധി കാര്യങ്ങളെ വ്യക്തിക്ക് ഗുണകരമായിട്ട് എന്തു വരും എന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്. മസ്തിഷ്കം അതിന്റെ ഹാർഡ്വെയറും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ബുദ്ധിയും അത്
അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ യുക്തിയുമാണ്. ആ യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി വരുമ്പോൾ അതിന്റെ പാരസ്പര്യം, ഒരു കാര്യം നടന്നാൽ അതിനോട് ചേർന്ന് എന്തൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് കാണുന്ന ആ പാരസ്പര്യത്തെ, പ്രവർത്തനങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ്, ആ പാരസ്പര്യത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. ആ യുക്തിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്തിനു വേണ്ടിയിട്ട് വ്യക്തിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിക്ക് ഉപദേശിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് മുഴുവൻ ഇംപ്ലിമെന്റേഷൻ അല്ല, അതിനെ വേണോ വേണ്ടയോ എന്ന് അവസാനം തീരുമാനിക്കുന്ന അതോറിറ്റി അത് മനസ്സാണ്. ആ മനസ്സിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ട്, ആഗ്രഹം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് കർമ്മേന്ദ്രിയങ്ങളുടെ സ്ഥാനത്ത് വരുന്നതാണ് എന്തെന്ന് ഉദ്യോഗസ്ഥ വൃന്ദം, എക്സിക്യൂട്ടീവ്സ് എന്ന് പറയും. അത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ആരും അറിയുന്നില്ല. വ്യക്തിക്ക് ഗുണമുണ്ടാകാൻ ചെയ്യുന്നത് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ നടത്തേണ്ടത്, വ്യക്തിക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ട് ബുദ്ധി പ്രവർത്തിക്കുന്നു. വ്യക്തിക്ക് വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളെ നടത്തിപ്പിനായിട്ട് തീരുമാനമെടുക്കുന്ന മനസ്സ്, ആ മനസ്സിന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി ഏതാണെന്ന് പക്ഷേ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി പറഞ്ഞു, പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, ഈ പാർട്ടി ഏതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതൊരു കൺസെപ്റ്റാണ്. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ അവരവരുടെ അറിവിനനുസരിച്ച് പാർട്ടി എന്നുള്ള കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നേതാവിനെ പാർട്ടിയായിട്ട് കാണും. എന്നുവെച്ചാൽ പറയുന്നതൊക്കെ നേതാവാണ്, അതുകൊണ്ട് പാർട്ടി പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് പാർട്ടി എന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ചിന്തിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയും റഷ്യയുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ആരാണ് ഒപ്പിടുന്നത്? പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ വ്യക്തികളാണ് ഒപ്പിടുന്നത്. അല്ലാണ്ട് ഇന്ത്യ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് മാത്രമേ അവിടെ ഒരു ഇതുപോലുള്ള ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണോ? വ്യക്തിയല്ല. അപ്പോൾ വ്യക്തി ഏതാണ്? എന്നാൽ ഇന്ത്യ അല്ലേ ഒപ്പിട്ടത് എന്ന് നമുക്ക് ഇന്ത്യയൊന്നും ഒപ്പിട്ടിട്ടില്ല, അത് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്താ കാര്യം? നമ്മൾ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയാണ് ഒപ്പിട്ടത്. മനസ്സിലാണ്ടോ? അപ്പൊ അവിടെ വ്യക്തിയായിട്ടല്ല ഒപ്പിടുന്നത്. അത് ആ വ്യക്തിയും മനസ്സിലാക്കണം, ജനവും മനസ്സിലാക്കണം. ആ വ്യക്തിത്വത്തിന് അവിടെ ആ സ്ഥാനത്തിലിരിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്നുള്ള ആ പൊസിഷനിൽ ഈ വ്യക്തിയുടെ ചിന്താപദ്ധതി മുഴുവൻ മാറണം. എന്നാലേ അത് രാഷ്ട്രം എന്താണ്, രാഷ്ട്രത്തിന് നന്മ എന്നനുസരിച്ച് ആ വ്യക്തിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അവിടെ ഈ രാഷ്ട്രത്തിന്റെ ബുദ്ധി എന്താണ്? ബുദ്ധി എന്ന് പറയുന്നത് ഭരണഘടനയാണ്. രാഷ്ട്രത്തിന്റെ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത് ഭരണഘടനയാണ്. അവിടെ ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അതിന്റെ ഉപദേശമനുസരിച്ചായിരിക്കണം എന്ത് പ്രവർത്തിക്കേണ്ടത്, ഈ തീരുമാനം എടുക്കേണ്ടത്. ആര്? എക്സിക്യൂട്ടീവ്. അവിടെ ഒരു എക്സിക്യൂട്ടീവിന്റെ സ്ഥാനത്താണ് ഈ പ്രൈം മിനിസ്റ്റർ നിൽക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് ജനമാണ്, രാഷ്ട്രത്തിന്റെ ജനമാണ് മനസ്സ്. പിന്നെയോ അതിന്റെ ആ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നതാണ് എന്ത്?
പ്രവർത്തിക്കുന്ന ഈ സംവിധാനം, MLA ഈ ഉദ്യോഗസ്ഥ വൃന്ദം, ഈ MLA ഇവരുടെ പ്രതിനിധികളാണ് ജനത്തിന്റെ. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥാനം, കളക്ടർ, വില്ലേജ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥാനങ്ങൾ മുഴുവൻ എന്താണ്, എക്സിക്യൂട്ടീവ്സ് ആണ്. എന്നാൽ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നതാണ് ഈ മനസ്സിന്റെ പ്രതിനിധിയായിട്ട് ചെല്ലുന്നത്. അപ്പൊ മനസ്സെങ്ങനെയാണ്? മനസ്സെന്ന് പറയുമ്പോൾ ജനമാണ്. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് ജനമായിട്ടിരിക്കുന്ന മനസ്സ് ഇവിടെ ലെജിസ്ലേറ്റീവായിട്ട് വരുന്ന, പിന്നെ എന്താണ്, നമ്മളുടെ ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ ഭരണഘടന എന്നുള്ളത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോടതികൾ. കോടതികൾ ഉപദേശിക്കും, നടപ്പിലാക്കേണ്ടത് അല്ല തീരുമാനം എടുക്കേണ്ടത് അത് ചെയ്യണം എന്ന് കോടതി ഉപദേശിക്കും. തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ ലെജിസ്ലേറ്റീവ് തന്നെ. അവിടെ എക്സിക്യൂട്ടീവ് പവറും ലെജിസ്ലേറ്റീവ് പവറും ചേർന്നതാണ് നമ്മൾ ഭരണകൂടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ്സിന്റെ ഒക്കെ തലപ്പത്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ലെജിസ്ലേറ്റീവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് മന്ത്രി എന്നുള്ള സ്ഥാനത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ അവര് 2 റോളും അഭിനയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അതിനെപ്പറ്റി വളരെ അപ്പൊ ഇത് എല്ലാം കൂടി ഒരുമിച്ചാണ് ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ ഒരു പ്രകൃതി നിയമത്തിന്റെ വേറെ ഒരു വിധത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. നമ്മളുടെ ഉള്ളിലുള്ളതാണ് ബുദ്ധി, മനസ്സ്, അഹങ്കാരം, ചിത്തം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അകത്തുള്ളതാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് പുറത്ത് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ റിസപ്ഷൻ മുഴുവൻ ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ളതേ പറഞ്ഞാൽ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മറച്ചുദാഹരണങ്ങൾ വേണം. എന്തിനാണ് ഇതൊക്കെ ഇത്രയും ഉറപ്പിക്കണം? നമുക്ക് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യം വളരെ നമുക്ക് വ്യക്തമാകും ഇത് മനസ്സിലാകുന്ന ആ മുറയ്ക്ക്. എന്നുവെച്ചാൽ അതില്ലാതെ എന്ത് നമ്മൾ പ്രവർത്തിച്ചിട്ടും കാശുണ്ടാക്കിയിട്ടും പവറുണ്ടാക്കിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് ധാരണയില്ലെങ്കിൽ എന്നുള്ളത് നമുക്ക് ഇതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലായി വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത് തുടങ്ങി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ധൃതി പിടിച്ച് തീർക്കേണ്ട ഒരു അവസരം ഉണ്ടാകണ്ട. ഇന്ന് നമുക്ക് ഇതിനെ ഒരു അടിത്തറ ഇടുന്നത് പോലെ നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ഉദാഹരണങ്ങൾ മനസ്സിലാണ്ടോ. അത് രാഷ്ട്രത്തിന്റെ പറയാന്ന് പറഞ്ഞു. കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ആ കമ്പനി എന്താണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴും സ്കൂള്, കമ്പനി, മറ്റേ ഇങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ അതൊക്കെ നമുക്കിത് ശരിക്കും മനസ്സിലാക്കും. നമ്മുടെ വ്യക്തി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ രാജ്യത്ത് നടക്കുന്ന അനാർക്കി മുഴുവൻ ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത ഭരണകർത്താക്കന്മാര്, ഇതിനെപ്പറ്റി ധാരണയില്ലാതെ നടക്കുന്ന എക്സിക്യൂട്ടീവ്സ്, ഇവരെല്ലാം ധാരണയില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു അനാർക്കി ഉണ്ടായിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. നമഃശിവായ.